മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. പുതിയ വർഷമായ 2025 എല്ലാവർക്കും നന്മയായിരിക്കട്ടെ, സമാധാനമായിരിക്കട്ടെ, ശാന്തിയായിരിക്കട്ടെ, എല്ലാവർക്കും നല്ല സ്നേഹമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഷോയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ശാന്തിയും സമാധാനവുമാണ്. ഈ ശാന്തിയും സമാധാനവും ഒരു കടയിൽ ചെന്ന് ഒരു 5 കിലോ ശാന്തി വേണം അല്ലെങ്കിൽ ഒരു 10 കിലോ സമാധാനം വേണമെന്ന് പറഞ്ഞാൽ കിട്ടുന്നതല്ല. അത് സ്വയം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എന്നാൽ പലപ്പോഴും നമ്മളിലുള്ള ശാന്തിയും സമാധാനവും പലപ്പോഴും പലരും അത് മനഃപൂർവ്വം ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പ്രവർത്തിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ആളുകളെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവാത്ത വിധത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുക, ജീവിക്കുക. ഇനി ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. സത്യമേ പറയൂ, സത്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതായത്, ഞാൻ സാഹചര്യവശാൽ ഏതാനും വർഷങ്ങളായിട്ട് സ്വന്തമായി നീതിക്ക് വേണ്ടി കേസ് വാദിക്കുന്ന ഒരാളാണ്. അതായത് പാർട്ടി ഇൻ പേഴ്സൺ എന്ന് പറയും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് പാർട്ടി ഇൻ പേഴ്സണായിട്ട് നടത്തിയിട്ടുണ്ട്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പാർട്ടി ഇൻ പേഴ്സണായിട്ട് നടത്തിയിട്ടുണ്ട്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അവിടെ പാർട്ടി ഇൻ പേഴ്സണായിട്ട് നടത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ പാർട്ടി ഇൻ പേഴ്സണായിട്ട് നടത്തിയിട്ടുണ്ട്. ലോകായുക്ത തിരുവനന്തപുരം അവിടെയും ഞാൻ പാർട്ടി ഇൻ പേഴ്സണായിട്ട് കേസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കാല ജീവിതത്തിനിടയിൽ എനിക്ക് പലവിധ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വേദനാജനകമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, സന്തോഷമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പറയുവാൻ കാരണം, ഞാൻ ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നമ്മൾക്ക് ഒരുപാട് നല്ല ജുഡീഷ്യറിയിൽ ഒരുപാട് നല്ല ആളുകൾ ഉണ്ട്. അതുപോലെ ചില കള്ളനാണയങ്ങളുമുണ്ട്. ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുമുണ്ട്, നല്ല ഉദ്യോഗസ്ഥരുണ്ട്, അവിടെയും ചില കള്ളനാണയങ്ങളുണ്ട്. ഇത് വില്ലേജ് ഓഫീസ് എടുത്താലും താലൂക്ക് ഓഫീസ് എടുത്താലും പഞ്ചായത്ത് എടുത്താലും ഹൗസിംഗ് ബോർഡ് എടുത്താലും ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും ഇതിനകത്തൊക്കെ ഒരുപാട് നല്ല ആളുകളുണ്ട്, കുറച്ച് കള്ളനാണയങ്ങളുമുണ്ട്. ഈ കള്ളനാണയങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ നീതിപീഠത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ജനങ്ങൾക്കും വളരെയേറെ വേദനാജനകമായ സാഹചര്യങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ വ്യക്തമായൊരു അനുഭവം പറയാം. ഞാൻ സ്വന്തമായി വാദിക്കുന്നൊരു കേസ് CC 431 2019. ഈ കേസ് പ്രതികളുടെ പേരിൽ ഉണ്ടാകുവാനുള്ള കാരണം, ഹൗസിംഗ് ബോർഡ് പൊതുവഴിയായിട്ട് കൊടുത്തിട്ടുള്ള 3.5 മീറ്റർ വീതിയിൽ കൊടുത്തിട്ടുള്ള പൊതുവഴി, അത് കുറച്ച് ആളുകൾ അവിടെ കയ്യേറ്റം നടത്തി അടച്ചു കെട്ടി അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കെടുത്തു. അത് എടുത്തത് മാത്രമല്ല, അവിടെ താമസിക്കുന്ന ഒരു കുടുംബത്തിന് വളരെയേറെ മാർഗദർശനങ്ങളുണ്ടാക്കി അവരെ ഭീഷണിപ്പെടുത്തി ചീത്ത പറഞ്ഞു, അവരുടെ മുൻപിൽ പല വിധത്തിലുള്ള അനാവശ്യമായ നാട്യങ്ങൾ കാണിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ അനധികൃതമായി അവർ കയ്യേറിയെടുത്ത ആ സ്ഥലം അത് റീസർവേ നടത്തി അത് സഞ്ചാരയോഗ്യമാക്കി ആ കയ്യേറ്റം ഒഴിപ്പിച്ച് അളന്ന് തിരിച്ച് ജനങ്ങൾക്ക് നല്ല രീതിയിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ജില്ലാ കളക്ടർക്കും ഒരു അപേക്ഷ കൊടുത്തു. എന്നാൽ എഞ്ചിനീയർ സംഭവ സ്ഥലത്ത് വന്ന് കയ്യേറ്റക്കാരെ എല്ലാവരും വിളിച്ചിട്ടത് ഉടനെ പൊളിച്ചു മാറ്റുവാൻ നിർദ്ദേശം കൊടുത്തു. എന്നാൽ അവരുടെ ചില രാഷ്ട്രീയ സ്വാധീനത്തിൽ അത് പൊളിച്ചില്ല. പക്ഷേ അത് പൊളിച്ചില്ലെന്ന് മാത്രമല്ല, ഈ പരാതി കൊടുത്ത ആളുടെ വീട്ടിൽ സംഘം ചേർന്ന് എന്നിട്ട് അവരെ ചീത്ത പറയുകയും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി അവരെ
മാനസികവുമായിട്ടും ശാരീരികവുമായിട്ടും പല വിധത്തിൽ അവരെ പീഡിപ്പിച്ചു. സഹിക്കാവുന്ന പരമാവധി സഹിച്ചു. അവിടുത്തെ ഈ വാർഡ് മെമ്പർ എന്നൊക്കെ പറയുന്നവരോടും മറ്റ് സാമൂഹ്യ പ്രവർത്തകരോടൊക്കെ പറഞ്ഞു നോക്കി, യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അവസാനം പോലീസ് കേസായി. അങ്ങനെ പോലീസ് ഒരു കേസ് അവരുടെ പേരിലെടുത്തു. ഈ കേസ് പോലീസ് കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം പ്രതികൾ 10/7/2019 ജാമ്യം എടുത്തു. ഈ ജാമ്യം എടുത്തതിന് ശേഷം APP അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, അയാൾ ഗവൺമെൻറ് ശമ്പളം കൊടുത്ത് വെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പോലീസ് എടുത്ത കേസിൽ വാദിക്ക് വേണ്ടി ഹാജരാകേണ്ടതും പറയേണ്ടതുമായ ഈ APP പ്രതികൾ ജാമ്യം എടുത്തതിന് ശേഷം APP മൗനം പാലിക്കുകയും പ്രതിഭാഗത്തേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഈ കേസ് ഇത് പാർട്ടി ഇൻ പേഴ്സണായിട്ട് സ്വന്തമായിട്ട് വാദിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ വാദം തുടങ്ങി. വാദം തുടങ്ങിക്കഴിഞ്ഞു. ആ ഒരു കേസ് നിലനിൽക്കെ പ്രതികൾ വീണ്ടും വീണ്ടും സ്വാധീനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വന്നപ്പോൾ അവരുടെ പേരിലും അവരുടെ വക്കീലന്മാരുടെ പേരിലും 4 കേസായി കോടതിയിൽ. അത് സഹിക്കാൻ പറ്റുന്നതല്ല അവർക്ക്. ഒരു വക്കീലിനോട് തോൽക്കുന്നതും ജയിക്കുന്നതും വക്കീലിന് പ്രശ്നമല്ല. എന്നാൽ സാധാരണ ഒരു വ്യക്തിയോട് കേസിൽ ഒരു വക്കീൽ പരാജയപ്പെടുന്നത് അത് അവർക്ക് സഹിക്കില്ല, അതിനവർ സമ്മതിക്കില്ല. ചില ന്യായാധിപന്മാരുണ്ട്, അവിടെ വക്കീലെന്നോ പാർട്ടി ഇൻ പേഴ്സണോ ഒന്നുമല്ല, സത്യസന്ധമായ രീതിയിൽ പാർട്ടി ഇൻ പേഴ്സണ് ഫ്രീഡം കൊടുത്തുകൊണ്ട് കേസ് കേട്ട് നല്ല രീതിയിൽ അദ്ദേഹം നടപടിയെടുക്കാറുണ്ട്. അങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇവർ ഒരു പ്രാവശ്യം ഈ CC 431 കേസിൽ ജാമ്യം എടുത്തതിന് ശേഷം വീണ്ടും അവരുണ്ടാക്കിയ പ്രശ്നങ്ങളിന്മേൽ വീണ്ടും പോലീസ് കേസെടുത്തു. വീണ്ടും അവരുടെ പേരിൽ കേസായി. അങ്ങനെ ഈ 4 കേസായപ്പോൾ ഈ വക്കീൽ പ്രതികളെ 2 പ്രാവശ്യം കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിട്ടുള്ളത് കള്ള സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തുകൊണ്ടാണ്. കള്ള സത്യവാങ്മൂലം. സത്യവാങ്മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിരിക്കണം. നമ്മുടെ മജിസ്ട്രേറ്റിന് അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ ജാമ്യം കൊടുക്കാം. യാതൊരു രേഖകളുമില്ലാതെ വേണമെങ്കിൽ ജാമ്യം കൊടുക്കാം. അതൊക്കെ മജിസ്ട്രേറ്റിൻ്റെ പരമാധികാരത്തിൽ പെടുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ സത്യവാങ്മൂലം എന്ന് പറയുന്ന ആ സത്യം ചെയ്തുകൊണ്ടുള്ള സത്യവാങ്മൂലം കൊടുത്ത് ജാമ്യം എടുക്കുമ്പോൾ അത് സത്യമായിരിക്കണം. അപ്പോൾ അത് കള്ളമായാലോ? അതിന് നിങ്ങളുടെ മുമ്പിൽ ഇത് കേൾക്കുന്ന നമ്മുടെ ന്യായാധിപന്മാരുടെ മുൻപിലേക്ക് ഞാൻ അതിൻ്റെ സത്യാവസ്ഥ തെളിവുകൾ സഹിതം ബോധിപ്പിക്കുകയാണ്. അതായത് പോലീസ് എടുത്ത കേസിൽ CC 431/2019 കേസിൽ ജാമ്യക്കാരൻ 2.5 സെന്റ് നിലം ഇത്തിരി കരവടച്ച രസീത്, 2.5 സെന്റ് നിലമാണ് 2019 ആ 2.5 സെന്റ് നിലത്തിന് കരമടച്ച രസീത് വക്കീലിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. പ്രതിഭാഗം വക്കീലിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഈ 2.5 സെന്റ് നിലത്തിന് 3.5 സെന്റ് വസ്തു ഉണ്ടെന്ന് സത്യവാങ്മൂലം പത്രത്തിൽ എഴുതുകയാണ്. 3.5 സെന്റ് വസ്തു ഉണ്ടെന്നും അതിന് 15 ലക്ഷം രൂപ വിലയുണ്ടെന്നുമാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയൊരു കള്ള സത്യവാങ്മൂലം എഴുതി 10/7/2019 APP അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് വേണം നമുക്ക് പറയാൻ പ്രതികളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിരിക്കുകയാണ്. ഇത് കൂടാതെ CC 117/2021 കേസിൽ CC 117/2021 കേസിൽ ഇതേ കോടതിയിൽ നിന്നും ഇതേ ജാമ്യക്കാരൻ ഇതേ കരവടച്ച രസീത് മറ്റൊരു വക്കീലിൻ്റെ കൊടുത്തുകൊണ്ട് ഈ പ്രതികളെ ജാമ്യം എടുത്തു. അതും ഈ 2.5 സെന്റ് നിലം, ഈ 2.5 സെന്റ് നിലം തന്നെയാണ്, അതിൻ്റെ രസീത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് അതേ ജാമ്യക്കാരൻ വക്കീലിൻ്റെ കൊടുത്തപ്പോൾ വക്കീൽ എഴുതിയിരിക്കുന്നത് അത് 3 സെന്റ് വസ്തു ഉണ്ടെന്നും 6 ലക്ഷം രൂപ വിലയുണ്ടെന്നുമാണ് എഴുതി കോടതിയിൽ കൊടുത്തുകൊണ്ട് അതേ പ്രതികളെ അതേ ജാമ്യക്കാരനും മറ്റൊരു വക്കീലും കൂടി വീണ്ടും ജാമ്യം എടുത്തിട്ടുള്ളത്.
മാന്യ ന്യായാധിപന്മാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ആർട്ടിക്കിൾ 14 നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എഴുതി വച്ചിട്ടുണ്ടല്ലോ. ഇവർ ചെയ്തിട്ടുള്ളത് നിയമലംഘനമാണോ അതോ നല്ല രീതിയിലുള്ള നടപടിയാണോ? ഇതിന് എന്താണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത്? സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വക്കീലും മറ്റൊരു വക്കീലിനെതിരെ പരാതിയുമായിട്ട് കോടതിയിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു പാർട്ടി ഇൻ പേഴ്സണെ സംബന്ധിച്ച് ആ പാർട്ടി ഇൻ പേഴ്സണ് തെളിവുകൾ സഹിതം പരാതി കൊടുക്കുവാൻ റൈറ്റുണ്ട്. ഇത് മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. നമ്മുടെ സിസ്റ്റം നന്നായി പോകണ്ടേ? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കും സ്വാധീനങ്ങൾ ഉപയോഗിച്ച് എന്തോ ആകാമല്ലോ. അപ്പോൾ ഞാൻ ചെയ്തതാണ്, തെളിവുകളെല്ലാം എടുത്തുകൊണ്ട് പോയി അവരുടെ നിയമ ഉപദേശം തേടി. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി, നമ്മൾക്ക് രജിസ്ട്രാർ ജനറലിന് പരാതി കൊടുക്കാം, ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന് പരാതി കൊടുക്കാം, വേണമെങ്കിൽ വിജിലൻസിനും പരാതി കൊടുക്കാം. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് കേസ് നടക്കുന്ന കോടതിയിൽ തന്നെ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ ഒരു പരാതി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ നിയമ ഉപദേശം. ആ നിയമ ഉപദേശം അനുസരിച്ച് ഞാൻ അതേ കോടതിയിൽ തന്നെ ഈ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് ഇവരുടെ ജാമ്യം റദ്ദ് ചെയ്യാൻ വേണ്ടി ഒരു ഹർജി കൊടുത്തു. അന്ന് 6/1/2022 അന്നത്തെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഈ തെളിവുകൾ സഹിതം ഈ 2 വക്കീലന്മാരുടെയും ഈ കള്ളസത്യവാങ്മൂലത്തിന്മേൽ പ്രതികൾ എടുത്തിട്ടുള്ള ജാമ്യം റദ്ദ് ചെയ്ത് അവരുടെ പേരിൽ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ മുൻ മജിസ്ട്രേറ്റ് മുമ്പാകെ ഞാൻ തെളിവുകൾ സഹിതം കോടതിയിൽ ജാമ്യമെടുത്തതിൻ്റെ എല്ലാ തെളിവുകളും ഇരിക്കെ പാർട്ടി ഇൻ പേഴ്സണായ ഞാൻ അഡീഷണലായിട്ട് ഈ തെളിവുകളെല്ലാം കൊടുത്ത് ഒരു ഹർജി കൊടുത്തു. അത് CMB 172/2022 സ്വീകരിച്ചു. പക്ഷെ ആ മജിസ്ട്രേറ്റ് പ്രതിഭാഗം വക്കീലന്മാർ പല രാഷ്ട്രീയ സ്വാധീനങ്ങളും ബന്ധങ്ങളും ഉള്ളതിൻ്റെ പേരിൽ ഉള്ളവരായതുകൊണ്ട്, വക്കീലന്മാരായതുകൊണ്ട് ആ മജിസ്ട്രേറ്റ് നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല, ഓപ്പൺ കോടതിയിൽ വെച്ച് ഒരു മജിസ്ട്രേറ്റ് ഒരു വാദിയോട് പറയാൻ പാടില്ലാത്ത മോശമായ വാക്കുകൾ ഓപ്പൺ കോടതിയിൽ പ്രതികൾ നിൽക്കെ, ഇത് മജിസ്ട്രേറ്റ് പറയുമ്പോൾ, ഒരു വാദിയോട് പറയുമ്പോൾ ഈ പ്രതികൾക്ക് വീണ്ടും കുറ്റങ്ങൾ ചെയ്യുവാനുള്ള പ്രോത്സാഹനം, വാസന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്പൺ കോടതിയിൽ പ്രതികൾ നിൽക്കെ ഈ ഹർജിയിന്മേൽ നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല, മജിസ്ട്രേറ്റ് വളരെ മോശമായ രീതിയിൽ പറയാൻ പാടില്ലാത്ത വാക്കുകൾ വാദിയോട് പറയുകയാണ്. ഈ തെളിവുകളെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് അതെന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് മേൽ തലങ്ങളിലുള്ള അധികാരികളുടെ മുമ്പാകെ ഞാൻ പറയാം. അതുമാത്രമല്ല, അന്ന് ആ കോടതിയിൽ വെച്ച് ആ പ്രതിഭാഗം വക്കീൽ പറഞ്ഞെന്താണെന്നറിയാമോ? ഇങ്ങനെ ഒരു സത്യവാങ്മൂലം, കള്ള സത്യവാങ്മൂലം ആ വക്കീൽ എഴുതിയിട്ടില്ല. വാദി മനഃപൂർവം കോടതിയുടെ സമയവും കളയാൻ വേണ്ടി, അഡ്വക്കറ്റിനെ മനഃപൂർവം മോശക്കാരനാക്കാൻ വേണ്ടി മനഃപൂർവ്വം തന്നിരിക്കുന്ന കള്ളപ്പരാതിയാണ്. അതുകൊണ്ട് വാദിയുടെ പേരിൽ വാറണ്ട് ഇടണമെന്ന് മജിസ്ട്രേറ്റിനോട് പറയുകയാണ്. അപ്പോൾ മജിസ്ട്രേറ്റ് പറയുകയാണ്, ഞാൻ വാറണ്ട് ഇടാൻ പോവുകയാണ്. എന്ത് നിയമമാണ്, എന്ത് നടപടിയാണ്, എന്ത് മര്യാദയാണ്! നമ്മളൊക്കെ ബഹുമാനിക്കുന്നത് അവസാന നിമിഷം ഏതൊരു മനുഷ്യൻ്റെയും അത്താണി നമ്മുടെ ജുഡീഷ്യറിയാണ്. തെളിവുകളെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി വാദിക്കുന്ന വാദിയോട് വളരെ മോശമായ രീതിയിൽ മജിസ്ട്രേറ്റും വക്കീലും സംസാരിക്കുകയാണ്. ഇത് കണ്ട് കോടതിയിൽ നിൽക്കുന്ന പ്രതികൾ ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഇവിടെ നീതി ലഭിക്കേണ്ട ആളിന് നീതി ലഭിക്കുമോ ഇങ്ങനെ ഇവരായിക്കഴിഞ്ഞാൽ? എല്ലാം കേട്ട് സഹിച്ചു. ഞാൻ ഈ സംഭവം അടുത്ത ദിവസം
ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജുഡീഷ്യൽ രജിസ്ട്രാറെ അവർ നേരിൽ കണ്ട് ഈ വിവരങ്ങളെല്ലാം ബോധിപ്പിച്ചു. മേലിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കിക്കൊള്ളാം എന്ന് എനിക്ക് അദ്ദേഹം ഉറപ്പ് നൽകി. ഞാൻ സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് പോന്നു. പിന്നെ നടന്നത് അതീവ ഗുരുതരമായ സംഭവമാണ്. ഞാൻ ഹൈക്കോടതിയിലെ ജുഡീഷ്യൽ രജിസ്ട്രാർ നേരിൽ കണ്ട് കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. നടപടിയിലേക്ക് നീങ്ങുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി വക്കീലന്മാരുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങി, പ്രതിഭാഗം വക്കീലന്മാരുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങി രഹസ്യമായി വക്കീലന്മാരുടെ പേരിലുള്ള CMB മജിസ്ട്രേറ്റ് റദ്ദ് ചെയ്തു. വാദി അറിയുന്നില്ല, റദ്ദ് ചെയ്തു. അതുമാത്രമല്ല, ഈ സംഭവത്തിന്മേൽ അവർക്ക് വാദിയോടുള്ള കലിയടങ്ങാതെ വന്നപ്പോൾ അവർ വീണ്ടും ഒരു ആയുധം, ഒരു മഹാസുദർശന ചക്രം വാദിക്കെതിരെ വിട്ടു. അതെന്താണെന്നറിയാമോ? വാദിയുടെ കേസിൽ അക്യൂസ്ഡായിട്ടുള്ള SC/ST വിഭാഗത്തിൽപ്പെട്ട 2 പേരുണ്ട്. പ്രതികളിൽ 2 പേരുണ്ട്. ഇതിൽ ഒരാളെ വാദി ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു, ചീത്ത പറഞ്ഞു എന്ന കാരണത്താൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു കള്ള കേസെടുത്തു. നമ്മുടെ ജനങ്ങൾക്ക് ഈ SC/ST ആക്ട് നന്നായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ ഗുരുതരാവസ്ഥ എന്താണെന്നുള്ളത്. നമ്മളുടെ ഗവൺമെൻറ്റുകൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ആ നിയമം പലരും അവരുടെ വൈരാഗ്യം തീർക്കുവാൻ വേണ്ടിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ആ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പേര് അതിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ അത് വേറെ കാര്യം. ഇപ്പം എൻ്റെ അനുഭവത്തിലുള്ള കാര്യം ഞാൻ പറയുക. അങ്ങനെ ഒരു കള്ള കേസെടുത്തു രഹസ്യമായിട്ട്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു അറിയാമോ? സ്വന്തമായി കേസ് വാദിക്കുന്ന ആൾ കോടതിയിൽ ചെല്ലുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുക, ഒത്തുതീർപ്പിന് സമ്മതിച്ചില്ലെങ്കിൽ റിമാൻഡ് ചെയ്യിക്കുക, എന്നിട്ട് ജയിലിലിട്ട് അങ്ങോട്ട് കൊന്നുകളയും. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ സർവേശ്വരനായ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിരന്തരമായ നീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. DYSP ഓഫീസിൽ പോയി ജാമ്യം എടുക്കാൻ കോടതി ഉത്തരവായി. ജാമ്യം എടുത്തു. പക്ഷെ ഇവിടെ കൊണ്ടും തീർന്നില്ല. ജാമ്യം എടുത്ത പ്രതി ഒളിവിൽ പോയി, ഒളിച്ചുപോയെന്നും പറഞ്ഞ് കോടതിയിൽ വന്ന സമൻസ് വാദിക്ക് കൊടുക്കാതെ വീണ്ടും വാറണ്ടാക്കി. പിന്നെയും ജാമ്യം എടുക്കേണ്ടി വന്നു. ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചു. നമ്മളുടെ ജുഡീഷ്യറിയിലും നമ്മുടെ പോലീസിലുമുള്ള ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ ഒരു പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിത്തീരും? സെഷൻസ് കോടതിയിലുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ ശക്തമായിട്ട് വാദിക്കുകയാണ് ജാമ്യം കൊടുക്കരുതെന്ന്. എൻ്റെ അഡ്വക്കറ്റ് നിരന്തരമായ പല തവണകളിലും നിരന്തരമായ വാദങ്ങൾ നടത്തിയാണ് അവസാനം നുണപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തിയതിന് ശേഷമേ നടപടിയിലേക്ക് നീങ്ങാവൂ, നുണപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മൾക്ക് അവിടുന്ന് നമുക്കൊരു നീതി കിട്ടിയത്. ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ കോഷ് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ കൊടുത്തിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതിനു മുൻപ് ഇവർ ഒരു പരിപാടി ചെയ്തു. ഇതിപ്പോൾ എന്നോടുള്ള സംഗതി. ഇതുവഴി ഒരുപാട് സാമ്പത്തികമായ നഷ്ടങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഒരുപാട് മാനസിക പീഡനങ്ങളെല്ലാം അനുഭവിച്ചു. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ വാദിക്ക് വേണ്ടി സാക്ഷി പറഞ്ഞ ആ പാവപ്പെട്ട ഒരാൾ, അയാൾ സാക്ഷി പറഞ്ഞു എന്ന കാരണത്താൽ അയാളുടെ പേരിലും ഇതേ പരാതിക്കാരി SC/ST ആക്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് പോലീസിനെ സ്വാധീനിച്ച് ഈ പ്രതിഭാഗം വക്കീലും കൂടി ചേർന്നുകൊണ്ട് ആ സാക്ഷിയുടെ പേരിൽ ഒരു കള്ളക്കേസ് എടുത്തു. അത് എന്നെ ദ്രോഹിക്കുന്നതിന് മുമ്പ് ചെയ്ത കാര്യമാണ്. അവസാനം പോലീസ് അന്വേഷണം നടത്തിയതിന് ശേഷം പോലീസ് ആ കേസ് റെഫർ ചെയ്തു. അത് കള്ളപ്പരാതിയാണെന്ന് കണ്ട് ആ കേസ് തള്ളിക്കളഞ്ഞു. പോലീസ് റെഫർ ചെയ്ത കേസ് സെഷൻസ് കോടതി മുമ്പാകെ ആ പാവപ്പെട്ട സാക്ഷിയെ വിളിപ്പിച്ച് 3 വർഷം കേസ് നടത്തിച്ചു. അവസാനം സാക്ഷി നിരപരാധിയാണെന്ന് കണ്ട് ബഹുമാനപ്പെട്ട ജഡ്ജി ആ കേസ് തള്ളി. ഇതിന് ഉത്തരവാദി ആരാണ്? അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മളുടെ ജുഡീഷ്യറിയിലുള്ള ചിലരും അവർക്ക് വേണ്ടപ്പെട്ട ആളുകളും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ നീതി കിട്ടും? മനഃപൂർവ്വം നിരപരാധികളെ ജയിലിലടപ്പിച്ച് അവരെ അവിടെ ഇട്ട് കൊന്ന് അവരുടെ കുടുംബങ്ങളും നശിപ്പിച്ച് അവരെയും നശിപ്പിച്ച് അവരുടെ ആ ദുഃഖങ്ങളെല്ലാം കണ്ട് ആനന്ദിക്കാൻ വേണ്ടി മാത്രം, സന്തോഷിക്കാൻ വേണ്ടി മാത്രം ജനിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ ആർക്ക് ശിക്ഷിക്കുവാൻ കഴിയും? ഇവിടെ സാധാരണക്കാരനും പാവപ്പെട്ടവനും സുപ്രീം കോടതിയിൽ പോയി ഒരു കേസ് നടത്താൻ പറ്റൂ? നമ്മൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലേക്ക് പോകുന്ന ജനപ്രതിനിധികൾ അവിടെ നിയമസഭയിലേക്കാണ് വിടുന്നത്. അവിടെ എന്ത് നിയമമാണ് ഈ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി ഇവരുണ്ടാക്കുന്നത്? സുപ്രീം കോടതിക്ക് സമാനമായ കോടതികൾ നമ്മളുടെ ജില്ലകൾ തോറും, കഴിയാവുന്നതും ജില്ലകൾ തോറും അവർക്ക് നേരിട്ട് ബോധിപ്പിക്കുവാൻ, പരാതിക്കാർക്ക് നേരിട്ട് ബോധിപ്പിക്കുവാനും അത് കേൾക്കുവാനും അത് കേട്ടിട്ട് അവത്തിൽ വിധി നടപ്പിലാക്കുവാനുമുള്ള സുപ്രീം കോടതിക്ക് സമാനമായ കോടതികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം. സാധാരണക്കാരനും പാവപ്പെട്ടവനും സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ പോകാൻ പറ്റുമോ? നമുക്ക് ലീഗൽ സർവീസ് വെച്ചിട്ടുണ്ട്. ലീഗൽ സർവീസിൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം സുതാര്യമാണെന്നുള്ളത് ചിലരുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്കറിയാം. പറയുമ്പോൾ എന്താ പറയണത്? പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സൗജന്യ നിയമസഹായം കൊടുക്കാൻ വേണ്ടി ഇവിടെ ലീഗൽ സർവീസ് ഉണ്ട്. അങ്ങോട്ട് ചെന്നാൽ മതി, കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി കൊടുക്കും. വലിയ തിമംഗലം കാണുമ്പോഴേ ഈ കൊക്ക് കണ്ണടക്കുന്ന പോലെ അടച്ചു കളയും, ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പല കാര്യങ്ങളും ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ അവരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗൗരവമുള്ളൊരു കേസ് വരുമ്പോൾ ഒരു വക്കീലോ 2 വക്കീലോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റോ ഒക്കെ നിയമലംഘനങ്ങൾ നടത്തി വളരെയേറെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർക്കെതിരെയുള്ള പരാതികളൊന്നും ലീഗൽ സർവീസുകാരെടുത്തിട്ട് കൈകാര്യം ചെയ്യൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സാധാരണക്കാരനും പാവപ്പെട്ടവനും ഹൈക്കോടതിയിൽ വരെ പോകുവാൻ എത്രമാത്രം ആൾക്കാർക്ക് സാധിക്കും? വക്കീൽ ചോദിക്കുന്ന ഫീസ് കൊടുക്കണം. എവിടുന്ന് കൊടുക്കും? നിരപരാധികൾ എവിടുന്ന് കൊടുക്കും പൈസ? അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ആളുകളെ, ഈ ആർട്ടിക്കിൾ 14 പരിധിയിൽ പെടുന്നവരെ സംരക്ഷിച്ചുകൊണ്ട്, നിരപരാധികളെ ശിക്ഷിച്ചുകൊണ്ട്, നശിപ്പിച്ചുകൊണ്ട് എന്തും ഞങ്ങൾക്കാകാം, ഞങ്ങളിൽ അധികാരമുണ്ട്, പദവിയുണ്ട്, സ്വാധീനമുണ്ട്, അതുകൊണ്ട് ഒരു നടരാജൻ മരിച്ചാലോ അല്ലെങ്കിൽ 9 നടരാജന്മാർ മരിച്ചാലോ ഇവിടെ പ്രശ്നമല്ലെന്ന് നമ്മുടെ കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആര് മരിച്ചാലും വേണ്ടില്ല, നമുക്ക് 16 ഉണ്ടാൽ മതി. ഇങ്ങനെ പോയാൽ എങ്ങനെ നമ്മുടെ സിസ്റ്റം ശരിയാവും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിയമം അനുസരിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമം IPC, ആ നിയമം അനുസരിച്ച് പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്യണം.
വക്കീലായാലും ശരി, ആരായാലും ശരി, കുറ്റം ചെയ്തിട്ടുള്ളവരുടെ പേരിൽ കേസ് എടുക്കണം. ഇതിന് സമാനമായ ഒരു കേസ് കോട്ടയത്ത് CJI കോടതിയിൽ നടന്നിട്ടുണ്ട്. അവരെന്ന് അതിനെ ആ ബഹുമാനപ്പെട്ട ആ CJI അതിന് ആർജവം കാണിച്ചു. ഒരു ആരുടെ മുഖത്തൊന്നും നോക്കിയില്ല, ആർജവം കാണിച്ചു. അതിന് ധൈര്യമുള്ളവർ മതി. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ന്യായാധിപന്മാരെയാണ്. ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒരു ADM അവസ്ഥ? അതിലും വലുതാണോ ഒരു നടരാജനും 9 നടരാജന്മാരും? അപ്പോൾ ഇതിനു വേണ്ടി, എന്തിനു വേണ്ടി? കള്ള സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്ത് 2 തവണ പ്രതികളെ ജാമ്യത്തിലെടുത്ത ആ കേസിന്മേൽ പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്യണം, കുറ്റം ചെയ്തിട്ടുള്ളവരുടെ പേരിൽ കേസെടുക്കണം, നിയമ നടപടി സ്വീകരിക്കണം. അപ്പോഴേ നമ്മൾക്ക് നീതി ലഭിക്കൂ, ആരുമായിക്കൊള്ളട്ടെ. ഇല്ലെങ്കിൽ ഈ സിസ്റ്റം, നമ്മൾ എന്തിനാ പിന്നെ ഈ കോടതിയിൽ പോകുന്നത്? എന്തിനു വേണ്ടി പോകണം? അതിനുള്ള ഫൈറ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തുടർന്നുള്ള പല സംഭവങ്ങളും ഉണ്ട്, വേദനാജനകമായ പല സംഭവങ്ങളുണ്ട്. അത് ഞാൻ അധികം താമസിയാതെ ബഹുമാനപ്പെട്ട നമ്മുടെ ന്യായാധിപന്മാരുടെ മുൻപിലേക്കും ജനങ്ങളുടെ മുമ്പിലേക്കും തെളിവുകൾ സഹിതം ഞാൻ ബോധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഷോ നിങ്ങളെല്ലാവരും കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഒരു നിരപരാധിയും ഇവിടെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ ജുഡീഷ്യറിയിലുള്ള ആ വിശ്വാസം എക്കാലത്തും ജനങ്ങൾ നിലനിർത്തണം. അങ്ങനെ നിലനിർത്തണമെങ്കിൽ ഇതേപോലെയുള്ള കള്ള നാണയങ്ങളെ അവരെ പുറത്തേക്ക് മാറ്റണം, അവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷോ ഇപ്പം തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഷോ വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.